തലേ ദിവസം അരി കുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലും രാവിലെ കുഴയ്ക്കാതെയും പരത്താതെയും നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കാമേ. ഏറ്റവും സിമ്പിളാണെന്ന് മാത്രമല്ല, നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഞാനിത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണെന്നേ. നല്ല പഞ്ഞി പോലെ ഇരിക്കുവാണ്. നല്ല ആവി പറക്കുന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 250 ml കപ്പിൻ്റെ 1 കപ്പ് റവ, അത് വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഒരു 1/4 കപ്പും കൂടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പോളം അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ്. ഇനി നമുക്കിത് നികക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുവാണ്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല വട്ടുകനെ ഒന്ന് അരച്ചെടുക്കണേ. ഇത് ഏറ്റവും സിമ്പിളാണെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്കിത് രാവിലെ തന്നെ നമ്മൾ ചൂടോടെ ഉണ്ടാക്കിയിട്ട് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. അത് വെജോ നോൺ വെജോ അല്ലെങ്കിൽ ചമ്മന്തിയോ ചട്നിയോ എന്ത് വേണമെങ്കിലും എടുക്കാമേ. ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഉപ്പും കൂടി ചേർത്തുകൊണ്ട് നല്ല എളുപ്പമായിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് പകർന്നൊഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്ക് കഴിക്കാൻ കറക്റ്റായിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട്. ഇത് മാവ് നല്ലൊരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ അപ്പക്കാരയില്ലേ, ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയും. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ആ ഒരു ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ തവി കൊണ്ടൊന്ന് കലക്കി എടുക്കണേ. ഇതിപ്പം കട്ടയൊന്നുമില്ല, നമ്മൾ മിക്സിയിലിട്ട് അടിച്ചതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ടിരിക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ദോശയുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4-5 അല്ലി ചുവന്നുള്ളിയും പിന്നെ ഒരു കുഞ്ഞ് ക്യാരറ്റും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്താൽ നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം. നല്ല ചെറുതായിട്ട് തന്നെ ഇതൊന്ന് കൊത്തിയരിഞ്ഞെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ്, അതായത് ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചുവന്ന മുളക് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് പച്ചമുളകൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ദോശമാവിൻ്റെ പരുവത്തിലിരിക്കുവാണ്. ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. ഒരിച്ചിരി വെള്ളവും കൂടി ആ മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, പുളിപ്പിക്കാനൊന്നും വെക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് അപ്പം തന്നെ നമുക്കിത് ചുട്ടു തുടങ്ങാമേ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ദോശയുടെ മാവൊക്കെ നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയൊന്ന് ചുട്ടു തുടങ്ങാം. ദോശത്തവ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിച്ചിട്ട് നല്ല നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കണേ. നല്ലോണം നല്ല റൗണ്ട് ഷേപ്പിൽ നന്നായിട്ട് ഇങ്ങനെ നൈസായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ദോശയ്ക്ക് നെയ്യ് ചേർക്കുന്നതിനേക്കാളും നല്ലെണ്ണ ചേർക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി തിരിച്ചു മറിച്ച് വിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. ഒരു വശം ചെറുതായിട്ടിങ്ങനെ മൊരിഞ്ഞ് വരുമ്പം അടുത്ത വശം കൊണ്ടിട്ട് മൊരിച്ചെടുക്കാം. ഇത് ദോശക്കല്ലിൽ നിന്ന് ഇളകി വരത്തില്ല എന്നുള്ള ടെൻഷനും പേടിയൊന്നും വേണ്ട. നല്ല അടിപൊളിയായിട്ടുള്ള റവ ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. അടുത്ത തവണയും കൂടി നമുക്ക് നല്ലെണ്ണയൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മാവൊഴിച്ച് കൊടുക്കുക. പിന്നെ നന്നായിട്ട് പരത്തിയിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചും മൊരിച്ചെടുക്കാം. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചിട്ട് തന്നെ ചെയ്യണം എന്നുമില്ല, നല്ലെണ്ണ ഒഴിക്കാതെയും ചെയ്യുക. അപ്പോൾ ഈ ഒരു ദോശ ഞാൻ ഒട്ടും തന്നെ നല്ലെണ്ണ ഒന്നും ചേർക്കാതെയാണ് കേട്ടോ തിരിച്ചും മറിച്ചും ഇട്ട് എടുക്കുന്നത്. ഇങ്ങനെ ചെയ്താലും ടേസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ല, ഒരു കുറവുമില്ല, അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പം ഇത്രയും മാവിൽ എനിക്കിപ്പം ഏകദേശം ഒരു 10 ദോശയോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ മറന്നു പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. എളുപ്പത്തിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി. ഇതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.